പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുമ്പോൾ ഇറാനെതിരെ സൈനിക നടപടി വിപുലീകരിക്കാൻ US നീക്കം. ഇതിനായി തന്നെ വലിയ യുദ്ധസന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇസ്രായേലിലേക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന വിമാനങ്ങൾ ഇറാനെ ഇല്ലാതാക്കാൻ വിന്യസിപ്പിക്കാൻ ഇവിടെ തയ്യാറെടുക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. നേരത്തെ തന്നെ വൈറ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ പുതിയ സൈനിക പദ്ധതികൾ ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഇതോടുകൂടി തന്നെ ഇറാനെ തവിടുപൊടിയാക്കാതെ ഇനി പിന്നോട്ടില്ല എന്നും ഒരിക്കൽ കൂടെ ട്രംപ് ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ടെൽ അവീവിന് സമീപമുള്ള ബെൻ ഗുറൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 30ഓളം റീഫില്ലിംഗ് എയർക്രാഫ്റ്റുകൾ ഉണ്ട് എന്നതാണ്. അത് മാത്രമല്ല, ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്തുള്ള റാമോൺ വിമാനത്താവളത്തിലും ഇത്രയും വിമാനങ്ങളാണ് ഉള്ളത് എന്നതാണ് വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ വിന്യസിപ്പിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നതാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനിലെ വൈദ്യുത നിലയങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ എന്നിവ ആക്രമിക്കുന്നതിനും പരിഗണനയിലുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. മാത്രമല്ല, ആണവ ഇന്ധന ശേഖരം ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് അവിടെ തടയുക എന്നതാണ് ലക്ഷ്യം. ഇതിനോടൊപ്പം തന്നെ നിർമ്മാണത്തിലിരിക്കുന്നു എന്ന് സംശയിക്കുന്ന ഒരു പിക്കാസ് മൗണ്ട് എന്ന ഭൂഗർഭ കേന്ദ്രവും ആക്രമണ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത സൂചിപ്പിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുവാനും ആണവ വിഷയങ്ങളിൽ ആവശ്യങ്ങൾ അംഗീകരിക്കുവാനും ഇറാനെ നിർബന്ധിതരാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ട്രംപ് തയ്യാറെടുക്കുകയാണ് എന്നതാണ് സൂചന. അതേസമയം അടുത്ത നീക്കത്തെക്കുറിച്ച് ട്രംപ് വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ, ജോയിന്റ് ചീഫ് സെക്രട്ടറി സ്റ്റാഫ് ചെയർമാൻ ജനറൽ ടാൻ കെയ്ൻ ആകട്ടെ എന്നിവരുമായി തന്നെ ചർച്ചകൾ നടത്തിയിരിക്കുകയാണ് എന്നതാണ് ഇവിടെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വിമാനങ്ങളെ സ്വീകരിക്കാൻ ഇസ്രായേൽ സർക്കാരിനോട് US ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആകട്ടെ അദ്ദേഹമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. മേഖലയിലെ മറ്റ് താവളങ്ങളെ അതിനെ അപേക്ഷിച്ചുകൊണ്ട് ബെയിൻ ഗുറയിലാകട്ടെ വിമാനത്താവളം ഇറാൻ ആക്രമണ ഭീഷണി കുറവായതിനാൽ തന്നെ അവിടെ നിന്ന് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാനാണ് US സൈന്യത്തിന്റെ താല്പര്യം. ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും നടത്തുന്ന ആക്രമണങ്ങൾക്കപ്പുറം തന്നെ ഇറാനിലെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ലക്ഷ്യം വെക്കുന്ന രീതിയിൽ തന്നെ സൈനിക നീക്കം അവിടെ വിപുലീകരിക്കാനാണ് പരിഗണനയിലുള്ളത്. ട്രംപ് ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എങ്കിലും വരും ദിവസങ്ങളിൽ സൈനിക നടപടികൾ ശക്തമാക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് US ഇസ്രായേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.